അമേരിക്കയുടെ വെടിക്കുറ്റി തീർന്നു. വെടിക്കുറ്റികൾ തീർന്നതുകൊണ്ട് വെടിവെപ്പ് അവസാനിപ്പിച്ച് വെടിവർത്തമാനത്തിലേക്ക് കടന്നു നമ്മുടെ വെടിയൻ ട്രംപ്. ഏതായാലും ആക്രമിക്കാത്തതുകൊണ്ട് തങ്ങളും പ്രത്യാക്രമണം നടത്തുന്നില്ലെന്ന് ഇറാനും പറഞ്ഞു. എന്നാൽ വെടിക്കുറ്റി തീർന്നു എന്നുള്ള വാർത്ത ലോകത്തെല്ലാവരും വാർത്തയാക്കിയതോടുകൂടി ട്രംപ് വെടിക്കുറ്റിയൊന്നും തീർന്നിട്ടില്ല എന്ന് നിഷേധിച്ച് രംഗത്ത് വരികയും ചെയ്തു. ഏതായാലും ഇതുപോലൊരു വെടിയനെ വെച്ചുകൊണ്ട് ഒരു അമേരിക്ക മുന്നോട്ട് സഞ്ചരിക്കുകയും ലോകം നോക്കിയിരിക്കുകയും ചെയ്യുന്ന കാഴ്ച വല്ലാത്ത സഹതാപാർഹമായ കാഴ്ചയാണ്. ട്രംപിൻ്റെ കോമഡി ഒടുവിൽ വെടിനിർത്തലിലേക്ക്. ഇറാനുമേൽ സമാധാന ഉടമ്പടിയും താൽക്കാലിക വെടിനിർത്തലുമൊക്കെ പ്രഖ്യാപിച്ച് അതിൻ്റെ വമ്പും മേനിയും പറഞ്ഞുകൊണ്ടിരിക്കെയാണ് പ്രത്യാക്രമണം വീണ്ടും രൂക്ഷമായി തുടങ്ങിയത്. ഇത്തവണ അടിച്ചു തകർക്കുമെന്നും ഇല്ലാതാക്കുമെന്നും ഒപ്പിട്ടിട്ടേ നിർത്തോളെന്നും ഒപ്പിട്ടില്ലെങ്കിൽ കാണിച്ചു തരാമെന്നും ഇത് അവസാന വാക്കാണെന്നും ഇതിനു മുമ്പ് 19 തവണ അവസാന വാക്കും ഭീഷണിയും മുഴക്കിയ ട്രംപ് 89ാമതും അഭിപ്രായപ്പെട്ടു. അപ്പോൾ ലോകത്തുള്ളവരെല്ലാം 89ാമതെങ്കിലും അദ്ദേഹം വാക്ക് പാലിക്കുന്ന ആളാകുമോ എന്ന് ഉത്കണ്ഠാകുലരായി കാത്തിരിക്കുകയായിരുന്നു. പലയിടങ്ങളിലും ആക്രമിച്ചതോടുകൂടി ഇറാനും തിരിച്ചാക്രമണം കടുപ്പിച്ചു. ജോർദാനിൽ 4 അമേരിക്കൻ സോൾജിയേഴ്സ് മരണപ്പെടുകയുണ്ടായി. അവരുടെ മരണം അതവിടെ വലിയ പ്രത്യാഘാതമാണ്. ഇറാനിൽ 4000 പേർ മരിക്കുന്നതിന് തുല്യമാണ് അമേരിക്കൻ സൈനികർ 4 പേർ മരിക്കുന്നത്. 3 പേരെ കിട്ടി, ഒരാളെ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റില്ല. ഒരാളിൻ്റെ മൃതദേഹം കിട്ടാതിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കടുത്ത നിലപാടുള്ള സംഗതിയാണ്. ഏതായാലും അതിനെ തുടർന്ന് ആക്രമിച്ചു, പരപ്പൻ അടിച്ചപ്പോൾ ഇത്തവണ ഇറാൻ അടിച്ചത് ഹോംവർക്ക് ചെയ്തു വന്ന കുട്ടികളെ പോലെയാണ്. വാരി വലിച്ചിട്ടടിച്ചില്ല. വളരെ കൃത്യമായ ചോദ്യങ്ങൾക്ക് ടു ദ പോയിൻ്റ് ആൻസർ ചെയ്തു. അപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ പഠിപ്പിക്കുന്ന 2 മാഷുമാരുടെ കരങ്ങൾ ട്രംപ് തിരിച്ചറിഞ്ഞത്. ഒന്ന് റഷ്യൻ മാഷും 2 ചൈന മാഷും. അവർ 2 പേരും കൊടുത്തതുകൊണ്ടാണ് ആമസോണിൻ്റെ അടുക്കളയിൽ ഇറാൻ ബോംബിട്ടതെന്ന് ട്രംപിന് മനസ്സിലായി. കൂടാതെ അറാംകോയിലെ ഒരു എണ്ണ റിഫൈനറിക്കും തീപിടുത്തമുണ്ടായി. ഡ്രോൺ ആക്രമണത്തിൽ തകർത്തിട്ടപ്പോൾ അതിൻ്റെ കയ്യിൽ നിന്ന് വീണ കഷണം നമ്മൾ ബീഡി വലിക്കുമ്പോൾ ബീഡിയുടെ അറ്റത്ത് നിന്ന് പോകുന്ന തീപ്പൊരി കത്തിയതുപോലെയാണ് വീണതെന്നാണ് പറയപ്പെടുന്നത്. സംഗതി എങ്ങനെ വീണാലും കത്തലായി. അപ്പോഴും അടി തീരുന്നില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഇറാനിലെ എൻജിനീയേഴ്സും അവിടുത്തെ ആളുകളുമൊക്കെ തന്നെയാണ് അവിടുത്തെ പട്ടാളക്കാർ. അതുകൊണ്ട് എൻജിനീയർമാരുടെ ജോലി വെടിനിർത്തൽ സമയത്തും നമ്മളൊക്കെ പണ്ട് വീടുകളിൽ വിമാനം ഉണ്ടാക്കുന്നത് പോലെ കിട്ടുന്ന സമയം മൊത്തം മിസൈൽ ഉണ്ടാക്കലാണ് ജോലി. അവർക്ക് തീരുന്നില്ല. ഉണ്ടാക്കി വെച്ചുകൊണ്ടേയിരിക്കുക. കാരണം അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് കയറാനായി വരുമെന്ന്. അവരുടെ നാട്ടിൽ ഭക്ഷ്യധാന്യങ്ങളല്ല സൂക്ഷിക്കുന്നത്, ഗോഡൗണുകൾ സൂക്ഷിക്കുന്നത് മൊത്തം ഇവർക്കിട്ടടിക്കാനുള്ള ഈ മിസൈൽ കുറ്റികളാണ്. അതവിടെ തീരില്ല. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല. ഇത് വലിയ ശാസ്ത്രജ്ഞന്മാർ വലിയ വില ചിലവാക്കി വലിയ വില കൊടുത്ത് ലക്ഷങ്ങളുടെ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് നടന്ന് വലിയ അതിനൂതന സാങ്കേതിക വിദ്യ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അത് പടപടാ കത്തിച്ചാൽ തീർന്നു പോകും. നമ്മൾ ചില ഓണത്തിനും പെരുന്നാളിനുമൊക്കെ കുട്ടികൾ വാരി വലിച്ചിട്ടങ്ങ് പടക്കം വെക്കുമ്പോൾ വീട്ടുകാർ പറയുമല്ലോ, എടാ ഇപ്പോൾ അങ്ങ് തീർന്നിട്ട് കരയരുത് എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയും സെൻകോമും ഡോട്ട്കോമും CIA എല്ലാവരും പറഞ്ഞത്രേ വെടിക്കുറ്റി തീർന്നു വരുന്നു. പാട്രിയോട്ട് മിസൈലൊക്കെ ഗണ്യമായി കുറയുന്നു. അതുകൊണ്ട് ഇനിയും അത് കുറഞ്ഞാൽ അപകടമാണ്. ചരക്ക് തീർന്നിരിക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ പിന്നെ എറിയാൻ വെടിക്കുറ്റി കാണത്തില്ല, അതിൻ്റെ കവർ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം അത് ബോധ്യപ്പെട്ടാണ് ട്രംപ് നിർത്തിയതെന്ന് ലോകത്തുള്ളവരെല്ലാം അറിഞ്ഞു. ട്രംപിനെ അത് വലിയ ക്ഷീണമായി. ട്രംപ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് അങ്ങനൊന്നും തീർന്നിട്ടല്ല നിർത്തിയതെന്നും തൻ്റെ വിശാലമായ ആഗ്രഹത്തിൽ ആശാൻ ശ്രമിച്ചതാണെന്നും ആശാൻ എത്രയും പെട്ടെന്ന് അടുത്ത് ഒപ്പിട്ടില്ലെങ്കിൽ ഞാൻ ഇനിയും അടിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട്. ലോകം മുഴുവൻ ചിരിക്കുകയാണ്. വെടിക്കുറ്റി തീർന്ന വെടിയനായ ട്രംപിൻ്റെ വെടിവർത്തമാനം കേട്ട്. എന്തൊരു ലോക നേതാവ്.